നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വംശീയ പരാമർശത്തിൽ കടുത്ത അതൃപ്തി ഇന്ത്യ മാലിദ്വീപിനെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിന് തൊട്ട് പിന്നാലെ ഇന്ത്യ മാലിദ്വീപിന്റെ ഹൈക്കമ്മീഷണറായ ഇബ്രാഹിം ഷാഹിബിനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ഇദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് എത്തിയ ശേഷം എന്തെങ്കിലും വിശദീകരണം നൽകിയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തിൽ എത്തിയ മിനിറ്റുകൾക്കകം തന്നെ ഈ ഇബ്രാഹിം ഷാഹിബ് മടങ്ങിപ്പോയിരുന്നു. ഇപ്പോഴിതാ ഇതിന് പകരം എന്നോണം മാലിദ്വീപിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. മാലിദ്വീപിലെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയായ മുനു മഹാവറിനെയാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം മാലിദ്വീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന കാര്യം വ്യക്തമല്ല. പ്രത്യേകിച്ചും തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അപക്വ പരാമർശം നടത്തിയ മന്ത്രിമാരെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ഇത് രാജ്യത്തിന്റെ അഭിപ്രായ പ്രകടനമല്ല മറിച്ച് ആ വ്യക്തികളുടെ അഭിപ്രായമാണ് എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ മാലിദ്വീപ് നിരത്തിയിരുന്നു എങ്കിൽ പോലും നിലവിൽ എന്തായാലും ഇന്ത്യക്ക് ഒരു ക്ഷീണമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ നയതന്ത്ര പ്രതിനിധി അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ മാലിദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ചൈന സന്ദർശനത്തിലാണ്. ചൈനയിൽ വെച്ച് സുപ്രധാനമായ കരാറുകളിൽ കൂടി മുഹമ്മദ് മൊയ്സു ഒപ്പുവെക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു അപക്വ പരാമർശത്തെ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലങ്ങിയത്. അതിനുശേഷം ഇന്ത്യയും അതിനൊപ്പം തന്നെ കാനഡയും അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്രജ്ഞരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഇതിന് സമാനമാണ് ഇപ്പോൾ മാലിദ്വീപും സ്വീകരിച്ചിരിക്കുന്ന നയം. ന്യൂസ് ഡെസ്ക് മലയാളം.